ഒരു ഈവനിങ് ബ്ലോഗ് ആയാലോ? പ്രത്യേകിച്ചൊന്നുമില്ല, എന്നും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. അതായത് നടക്കാൻ ഇറങ്ങുക, അങ്ങനെ അത്ര തന്നെയുള്ളൂ. ആരെങ്കിലൊക്കെ കാണുന്നു, സംസാരിക്കുന്നു, അങ്ങനെ ഒരു ഡിഫറെൻറ്റ്. സോ കൂഗിനെയും കൊണ്ട്, അതായത് മോളെയും കൊണ്ട് എപ്പോഴും എന്നും വൈകിട്ട് ഒന്ന് നടക്കാൻ പോവും. ഈ കാണുന്ന ഒരു ചെടി എന്തായാലും ഓർത്ത് വെച്ചോട്ടോ. സംഭവം ഇങ്ങനെ ബട്ടർഫ്ലൈ ഇല്ലേ, അത് വന്ന് നിറയെ വന്നിരിക്കും. ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ആമ്പല് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത്. പിന്നെ അവിടെ നേരെ വിട്ടു ഗൂഗിയുടെ ഫ്രണ്ട്. സോ ഫ്രണ്ടിനെ കാണട്ടെ. സ്റ്റെപ്പ് ഒന്നും കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായുള്ളൂ തോന്നുന്നുണ്ട്. ഓടി വാ. എവിടേക്ക് പോണേ? അവന് ഗൂഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, അവളെ കാണുമ്പോൾ തന്നെ ഭയങ്കര കമ്പനിയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഈവനിങ് പോകുമ്പോൾ ഇങ്ങേരിയും പൊക്കും ഒന്ന് റൗണ്ട് അടിക്കാൻ. അപ്പം ഇങ്ങേരി ഇവിടെ ഉള്ളത് കൊണ്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആട്ടാ. ഗൂഗിക്ക് ആയാലും ഒരു വൈകിട്ട് അതുകൊണ്ട് നടക്കാൻ പോകുക ഒന്നുകൂടി ഇൻട്രസ്റ്റ് കൂടുതലാണ്. സോ ഞങ്ങളൊന്ന് ചുമ്മാ കറങ്ങാമെന്ന് വിചാരിക്കും. മിക്കതും വീടിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാറ്, പക്ഷേ ഇന്നൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഒരു ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. എന്താ പറയുക, ഉച്ചയ്ക്കൊക്കെ ചൂടെടുത്തുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ ഈ ഒരു തണുപ്പ് കിട്ടിയപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നി. അവള് ചേച്ചിയല്ലേ, അതുകൊണ്ട് ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് കൊടുക്കൂട്ടാ. കൈ പിടിക്ക്, വണ്ടി വരും, വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊന്നും ഞാൻ കൊണ്ടുപോയില്ല, അങ്ങനെയാണ് പറയാറിട്ടാ. സോ കുറച്ച് സമയമൊക്കെ അവിടെ കിടന്ന് നടന്നു. പിന്നെ അവളുടെ ഒരു പാട്ടുണ്ടായിരുന്നു, ഓടണ്ട ഓടണ്ട, വീഴും. അവൾക്ക് ഞാൻ അമ്മ എന്നതിലുപരി ഒരു ചെണ്ടയാണ്. ഏത് സമയം ഇടിക്കുക, മാന്ത, പിച്ച, കുത്ത, ഇതൊക്കെയാണ് എൻ്റെ അടുത്ത്. സോ കുറച്ച് നേരം നടന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ടു. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ട നല്ല വൈബല്ല ഈ റോഡൊക്കെ കാണാൻ. സോ അത്രേ ഉള്ളൂ, ബൈ.